UDF-നെതിരെ RSP. UDF-ൽ കൂടിയാലോചനകളില്ലെന്നും ഒന്നോ രണ്ടോ കക്ഷികൾ മാത്രം ചേർന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും RSP കുറ്റപ്പെടുത്തുന്നു. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ മുന്നണിയെ ശിഥിലമാക്കും. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വം നിഷ്ക്രിയമെന്നും RSP സംസ്ഥാന സെക്രട്ടേറിയറ്റ്. UDF-ന്റെ യോഗം തന്നെ കൂടുക അപൂർവമായിട്ട് മാത്രമേ കൂടാറുള്ളൂ. കൂടുന്ന അവസരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്ന് രണ്ട് കക്ഷികൾ കൂടിയിരുന്ന് ഒന്ന് രണ്ട് പാർട്ടിയുടെ നേതാക്കന്മാർ കൂടിയിരുന്ന് എടുക്കുന്ന തീരുമാനം റിപ്പോർട്ട് ചെയ്യുകയും മറ്റുള്ളവർ അത് അംഗീകരിക്കുകയും ചെയ്യുകയാണ് പതിവ്. അതാണ് ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ RSPയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ ദീർഘനാൾ LDF-ന്റെ കമ്മിറ്റിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. അവിടെ നിന്നുള്ള അനുഭവമല്ല ഇവിടെ. ഇപ്പോൾ അടുത്ത കാലത്ത് UDF-ന്റെ ഭാഗമായതിനു ശേഷം ഞങ്ങൾ 2 MLA-മാർ, നേരത്തെ ഉണ്ടായിരുന്ന ഷിബു ബേബി ജോൺ മന്ത്രിയാണ്, ഞങ്ങൾ 2 MLA-മാരും കൂടി ചേർന്നപ്പോൾ 3 MLA-മാരായി. ആ 3 MLA-മാരുടെ പ്രാതിനിധ്യ സ്വഭാവം അവരിന്നുവരെ കണക്കിലെടുത്തിട്ടില്ല. വിവാദ വ്യവസായി നിസാം കാറടിച്ച് കൊലപ്പെടുത്തിയ ചന്ദ്രബോസിന്റെ മരണമൊഴി രേഖപ്പെടുത്താത്തതിന് CIക്കെതിരെ കേസ്. പേരാമംഗലം CI ബിജുകുമാറിനെതിരെയാണ് ലോകായുക്ത കേസെടുത്തിരിക്കുന്നത്. മരണമൊഴി രേഖപ്പെടുത്താൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല ചന്ദ്രബോസ് എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇതിനിടെ ചന്ദ്രബോസിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചു. വിവാദ വ്യവസായി നിസാം കാറടിച്ച് കൊലപ്പെടുത്തിയ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിന്റെ മരണമൊഴി രേഖപ്പെടുത്താത്തത് വിവാദമാകുന്നു. ഇത് കേസ് അട്ടിമറിക്കാനാണെന്നാണ് ആരോപണം. ഇതിനിടെ മരണമൊഴി രേഖപ്പെടുത്താത്ത CI ബിജുകുമാറിനെതിരെ ലോകായുക്ത സ്വമേധയാ കേസെടുത്തു. അതേസമയം മരണമൊഴി രേഖപ്പെടുത്താത്ത പോലീസ് നടപടിയെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ന്യായീകരിച്ചു. പക്ഷേ ഹൈ സെഡേഷൻ അല്ലായിരുന്നു ഈ പേഷ്യൻ്റ്. അദ്ദേഹം സ്വമേധയാ ഏതെങ്കിലും തരത്തിലുള്ള മൊഴി കൊടുക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല. ഡോക്ടർമാരുടെയും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർമാരുടെയും നിരന്തരമായി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടത് പേഷ്യൻറ്റിൻ്റെ ഈ അൺസ്റ്റേബിൾ പൊസിഷൻ കൊണ്ടായിരുന്നു. കാരണം കൂടുതൽ സെഡേഷൻ കൊടുത്തതുകൊണ്ടായിരുന്നു ഈ ഒരു അൺസ്റ്റേബിൾ കണ്ടീഷൻ ഉണ്ടായത്. അന്വേഷണം അട്ടിമറിക്കാൻ ഉന്നതർ ഇടപെടുന്നുവെന്ന വാർത്തകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ കേസ് അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അഡ്വക്കേറ്റ് ജനറലിന്റെ ഭാര്യയും മകനും നിസാമിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായതിനെക്കുറിച്ചുള്ള ചോദ്യത്തോടും ആഭ്യന്തരമന്ത്രി വ്യക്തമായി പ്രതികരിച്ചില്ല. ഇയാളുടെ പേരിലോ ഞാൻ ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടോ ഉണ്ടെങ്കിൽ എന്നോട് പറ. ഏതായാലും നമ്മുടെ കാലത്തോട് ഞാൻ ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം എടുത്ത് ഒരു കേസ് ഇയാളെ വെറുതെ വിട്ടിട്ടില്ല. ഞാനതെല്ലാം പരിശോധിച്ചിട്ടാണ് ഈ പറയുന്നത്. ചന്ദ്രബോസിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. നിസാമിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കി ചന്ദ്രബോസിന്റെ കുടുംബത്തിന് നൽകാൻ കഴിയുമോ എന്ന കാര്യം സർക്കാർ പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവാദ വ്യവസായി നിസാമുമായി ഒരു കോൺഗ്രസ് നേതാവിനും ബന്ധമില്ലെന്ന് KPCC വക്താവ് MM ഹസൻ പറഞ്ഞു. അന്വേഷണത്തിൽ ഒരു ഇടപെടലും നടത്തില്ലെന്നും MM ഹസൻ ഉറപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിവാദ വ്യവസായി നിസാമിനെ കൊലയാളിയാക്കാൻ മുഖ്യമന്ത്രിക്ക് വിമുഖത. ചന്ദ്രബോസിന്റേത് കൊലപാതകം എന്നതിന് പകരം മരണമെന്നാണ് ഫേസ്ബുക്കിൽ ഉമ്മൻചാണ്ടി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധം. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ചന്ദ്രബോസിന്റെ കൊലപാതകത്തെ മരണമായി ചിത്രീകരിച്ചത്. ചന്ദ്രബോസിനെ കാറിടിച്ച് മൃഗീയമായി കൊലപ്പെടുത്തിയത് നവമാധ്യമങ്ങളിലടക്കം സജീവ ചർച്ചയായിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന ജനങ്ങളെ ആകെ പ്രകോപിതരാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ പ്രതിഫലനം മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് ഹോം പേജിൽ തന്നെ പ്രകടമായി. ആ പാവം മനുഷ്യൻ ആത്മഹത്യ ചെയ്തതല്ല, ആ ക്രൂരനാൽ കൊല്ലപ്പെട്ടതാണ്. എന്നിട്ട് ആ കൊലപാതകയെക്കുറിച്ചോ ശിക്ഷയെക്കുറിച്ചോ ഒന്നും പറയാനില്ലേ മുഖ്യമന്ത്രി എന്നാണ് ഒരു പോസ്റ്റ്. മരണമടഞ്ഞതല്ല, കൊന്നതാണ് എന്ന് പറയാനുള്ള ആർജവം കാണിക്കൂ മുഖ്യമന്ത്രി എന്ന് മറ്റൊരു പോസ്റ്റ്. ജനങ്ങളുടെ നികുതിപ്പണം എടുത്തല്ല, കൊലപാതകിയുടെ കയ്യിൽ നിന്ന് ഈടാക്കിയാണ് ചന്ദ്രബോസിന്റെ കുടുംബത്തിന് നൽകേണ്ടതെന്നും ഒരു കൂട്ടർ ആവശ്യപ്പെടുന്നു. നിർഭാഗ്യകരം എന്ന് പറഞ്ഞ് കേവലവൽക്കരിക്കാവുന്ന ഒരു കേസല്ല ഇത്. കേരളത്തിലെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച അതിക്രൂരമായ കൊലപാതകമാണിത്. നിസാം എന്ന് പറയുന്ന ക്രൂരനായ ക്രിമിനലിനെ മാനസിക രോഗിയാക്കി രക്ഷപ്പെടുത്താനുള്ള ഗൂഢപദ്ധതിയാണ് അണിയറയിൽ നടക്കുന്നതെന്നും മറ്റൊരു പോസ്റ്റിൽ പറയുന്നു. ചന്ദ്രബോസിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച വാർത്ത 4 മണിയോടെയാണ് മുഖ്യമന്ത്രി സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. 1 മണിക്കൂറിനുള്ളിൽ തന്നെ 1000-ഓളം പേരാണ് പ്രതിഷേധ സൂചകമായി മറുപടി പോസ്റ്റുകൾ ഇട്ടത്. ഏതായാലും നിസാമിനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഭരണതലത്തിൽ തന്നെ ശ്രമം നടക്കുന്നതിന് തെളിവാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. ന്യൂസ് ഡെസ്ക്. ചന്ദ്രബോസ് തങ്ങളോട് സംസാരിച്ചിരുന്നതായി ബന്ധു പീപ്പിൾ ടിവിയോട്. പോലീസിന്റെ നടപടി ദുരൂഹമാണ്. നല്ല രീതിയിൽ അന്വേഷിച്ച കമ്മീഷണറെ മാറ്റിയതിലും സംശയമുണ്ടെന്നും ബന്ധു പറഞ്ഞു. ചന്ദ്രബോസാന്റെ ഭാര്യയോട് ജംദീച്ചോട് സംസാരിച്ചിരുന്നു, മകനോട് സംസാരിച്ചിരുന്നു, മകളോട് സംസാരിച്ചിരുന്നു.
പെങ്ങളോട് സംസാരിച്ചിരുന്നു, എന്നോട് സംസാരിച്ചിരുന്നു. ഇതിലൊന്നും കൂടുതൽ തെളിവ് എന്താ വേണ്ടത്? ആശുപത്രിയിൽ പോലീസുകാർ മൊഴിയെടുക്കാൻ വരുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞ് വെന്റിലേറ്ററിൽ കയറ്റി എന്ന് അറിഞ്ഞപ്പോ ഒരു നാടകമാതിരി പോലീസുകാർ വന്നു. വെന്റിലേറ്ററിൽ കയറ്റിയുള്ള ബോസാനോട് എന്ത് സംസാരിക്കാനാണ്? ഈ മരണം നടക്കണതിന് 2 ദിവസം മുന്നേ വരെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. നമ്മള് ആ മാറിപ്പോയ കമ്മീഷണർ നല്ല രീതിയിൽ പോലീസ് അന്വേഷണം നല്ല രീതിയിൽ കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു തകിടമറിമാരി പോലീസ് മാറ്റുകയും മറ്റുള്ള ആളുകളെ വരികയും അപ്പൊ നമ്മളെമാരിയുള്ള സാധുക്കളായ പാവപ്പെട്ടവർക്ക് തോന്നുന്ന എന്താണ്? സംശയത്തിന്റെ ഒരു തന്നെയാണ്. നിസാമിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തൃശൂർ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ജില്ലാ പോലീസ് മേധാവി നിശാന്തിനി ചന്ദ്രബോസിനെ ചികിത്സിച്ച ഡോക്ടർമാരിൽ നിന്ന് മൊഴിയെടുത്തു. വയനാട്ടിലെ നരഭോജി കടുവയെ വെടിവെച്ചു കൊന്നു. തമിഴ്നാട് അതിർത്തിയിലെ സൂസമ്പാടി മേഖലയിൽ വെച്ചാണ് കടുവയെ വെടിവെച്ചു കൊന്നത്. വയനാടിനോട് ചേർന്ന് തമിഴ്നാട് ബെണ്ണ വനമേഖലയിലെ പെരുമ്പള്ളിയിൽ വെച്ചാണ് ദിവസങ്ങളോളം ജനവാസ കേന്ദ്രങ്ങളെ ഭീതിയിലാഴ്ത്തിയ കടുവയ്ക്ക് ദാരുണാന്ത്യം. ഉച്ചയോടെ കടുവയെ വളഞ്ഞ തമിഴ്നാട് ദൗത്യസേന വനപാലക സംഘങ്ങൾ 3:45 5 തവണ കടുവയ്ക്ക് നേരെ വെടിയുതിർത്തു. പ്രത്യേക ദൗത്യസംഘമാണ് വെടിയുതിർത്തത്. 400 കിലോയോളം ഭാരമുള്ള കടുവയ്ക്ക് കാലിൽ പരിക്കേറ്റിട്ടുണ്ട്. വെടിവെച്ചു കൊന്നതിനു ശേഷം കടുവയെ മുതുമല തെപ്പക്കാട് ലോഗ് ഹൗസിലേക്ക് കൊണ്ടുപോയി. ദിവസങ്ങൾക്ക് മുൻപ് വയനാട് നൂൽപ്പുഴയിൽ ഭാസ്കരൻ എന്നയാളെയും അതിർത്തിക്കപ്പുറം തമിഴ്നാട് പാട്ടവയലിൽ മഹാലക്ഷ്മിയെയും കൊന്നത് ഈ കടുവയാണെന്നാണ് സംശയിക്കുന്നത്. ഇതേ തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾ വനയോര ഗ്രാമങ്ങളിൽ ശക്തമാവുന്നതിനിടെയാണ് കടുവ വെടിയേറ്റ് വീണത്. കാടിന്റെയും നാടിന്റെയും അതിർവരമ്പുകളിൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ ഇവിടെ തുടരുകയാണ്. അനൂപ് കെആർ, വയനാട്. സോളാർ തട്ടിപ്പിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് കമ്മീഷന് മുന്നിൽ തോമസ് ഐസക്. ശ്രീധരൻ നായരുടെ പരാതിയെ തുടർന്നുള്ള കേസിലെ വിചാരണ ഹൈക്കോടതി തടഞ്ഞു. സോളാർ കേസിൽ സരിതാ നായർക്കെതിരെ ആദ്യ പരാതി വന്ന് കേസെടുക്കുന്നതിന് മുൻപുള്ള കാലയളവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സരിതയെ പലതവണ ഫോണിൽ വിളിച്ചിട്ടുണ്ടെന്ന് തോമസ് ഐസക് കമ്മീഷനെ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ളവർ സരിതയെ വിളിച്ചിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിയെയും സരിത വിളിച്ചതിൻ്റെ ഉൾപ്പെടെ ഫോൺ രേഖകൾ തോമസ് ഐസക് MLA കമ്മീഷന് കൈമാറി. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചുവെന്ന് സരിതാ നായർ ശ്രീധരൻ നായർക്ക് ഇമെയിൽ അയച്ചതിൻ്റെ കോപ്പിയും തോമസ് ഐസക് ഹാജരാക്കി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സരിതാ നായർ 2 ലക്ഷം രൂപ കൈമാറിയെന്ന് വിവരാവകാശ നിയമപ്രകാരം സർക്കാർ നൽകിയ മറുപടിയും തോമസ് ഐസക് കമ്മീഷന് നൽകി. കമ്മീഷന് മുന്നിൽ ഞാൻ നൽകിയ വിവരങ്ങൾ എന്തുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രിക്ക് സരിതയെ ഇതിനു മുമ്പ് നേരിട്ടറിയാം എന്ന് കരുതുന്നു, എൻ്റെ ഉത്തമ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമെന്ത് എന്നുള്ളതിന് 6-7 കാരണങ്ങൾ നിരത്തുകയുണ്ട്. ചാനൽ ചർച്ചകളിൽ വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞതിന് അപ്പുറം തെളിവുകളുണ്ട് എന്ന് പ്രമുഖ മാധ്യമപ്രവർത്തകർ പരസ്യമായിട്ട് പറയുകയുണ്ടായി. അത് ഞാൻ കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. രാജു എബ്രഹാം MLAയും കമ്മീഷന് മുൻപാകെ ഹാജരായി മൊഴി നൽകി. സോളാർ കേസിൽ പരാതിക്കാരുടെ വിസ്താരം കമ്മീഷൻ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. 2ാം ഘട്ടമായാണ് MLAമാരെ വിസ്തരിക്കുന്നത്. അതേസമയം സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയിലുള്ള വിചാരണ ഹൈക്കോടതി തടഞ്ഞു. വിചാരണ നാളെ ആരംഭിക്കാനിരിക്കെയാണ് ഹൈക്കോടതി വിധി. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയോഗിക്കണമെന്ന മല്ലേലിൽ ശ്രീധരൻ നായരുടെ ആവശ്യം സർക്കാർ നിരസിച്ചതിനെതിരെയാണ് ശ്രീധരൻ നായർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. CPM സംസ്ഥാന സമ്മേളനത്തിലുള്ള കൊടിമര ജാഥ കൊല്ലം ജില്ലയിലെ ശൂരനാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പുറപ്പെട്ടു. ജാഥ ക്യാപ്റ്റനും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ ആനത്തലവട്ടം ആനന്ദിന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ കൊടിമരം കൈമാറി. കൊടിമര ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ജാഥ നാളെ കരുനാഗപ്പള്ളിയിൽ നിന്ന് സമ്മേളന നഗരിയായ ആലപ്പുഴയിലേക്ക് പുറപ്പെടും. CPM സംസ്ഥാന സമ്മേളനത്തിന് നാളെ പതാക ഉയരും. സമാപന സമ്മേളന നഗറിൽ സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി G സുധാകരനാണ് പതാക ഉയർത്തുക. കയ്യൂരിൽ നിന്ന് EP ജയരാജൻ നയിക്കുന്ന പതാക ജാഥയും ശൂരനാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആനത്തലവട്ടം ആനന്ദൻ നയിക്കുന്ന കൊടിമര ജാഥയും സമ്മേളന നഗറിൽ എത്തുന്നതോടെയാണ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്.